ഹലോ എവരിവൺ, വെൽക്കം ടു ഹായ്. വെൽക്കം ടു മിറാക്കിൾ ടോക്സ്. ഞാനിന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. നമ്മുടെ ഇന്ന് മിറാക്കിൾ ടോക്സിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് നമുക്കുണ്ട്. അതിനു മുമ്പ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എൻ്റെ പേര് സ്മിത മാഹിൻ. ഞാൻ മൈൻഡ് അക്കാദമി എന്നൊരു സ്ഥാപനം നടത്തുന്നു. മനുഷ്യ മനസ്സിൻ്റെ സാധ്യതകളെ പറ്റി പഠിപ്പിക്കുന്ന, മനുഷ്യ മനസ്സിന് എത്രത്തോളം ജീവിതത്തിൽ എത്രത്തോളം നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും മനസ്സിനെ ട്യൂൺ ചെയ്താൽ എന്ന് പഠിപ്പിക്കുന്ന മൈൻഡ് അക്കാദമി എന്നൊരു സ്ഥാപനം നടത്തുന്നു. അതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഹീലിംഗ് ക്ലബ്ബ്. നമ്മുടെ ഹീലിംഗ് ക്ലബ്ബിലെ മെമ്പർ ആയിട്ടുള്ള ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്ന മാഡം രഞ്ജിത ശാന്തയാണ് ഇന്ന് ഹീലിംഗ് മിറാക്കിൾ ടോക്സിൻ്റെ അതിഥി. മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ഹീലിംഗ് ക്ലബ്ബിലൂടെയുള്ള മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് മാഡത്തോട് ചോദിച്ച് കേൾക്കാം. ഓക്കെ, വെൽക്കം. പറയൂ മാം, രഞ്ജിത മാം. ഞാൻ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതാ സംഭവം ഇതാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്കൊരു മെഡിറ്റേഷൻ വേണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതാണ് സംഭവം എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ മുമ്പ് കേട്ടിട്ടുമില്ല, അറിയത്തുമില്ല. മെഡിറ്റേഷൻ എനിക്ക് എന്നുവെച്ചാ ഞാൻ അത്രയ്ക്ക് ഒരു ഡിപ്രഷൻ ബാധിച്ച അവസ്ഥയിലായിരുന്നു. അപ്പൊ എനിക്ക് മൈൻഡ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു മെഡിറ്റേഷൻ വേണമെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ ഇതിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ ആദ്യമായിട്ടാ കേൾക്കണേ. ഹീലിംഗ് ക്ലബ്ബിലേക്ക് വന്ന കാര്യമാണല്ലേ പറയുന്നത്? ഹീലിംഗ് ക്ലബിലേക്ക്. അപ്പോ ആദ്യം ഞാൻ വന്നപ്പോ 21 ഡേയ്സ് എന്നാ പറഞ്ഞത്. അപ്പം എല്ലാരും സക്സസ് സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറയുമ്പോ എനിക്കും 21 ഡേയ്സ് കൊണ്ടൊക്കെ ശരിയാവും എന്ന്. പക്ഷെ എനിക്ക് ഉള്ള കാര്യം പറഞ്ഞാൽ 21 ഡേയ്സ് കൊണ്ട് എനിക്ക് ഒന്നും ആയിട്ടില്ല. അപ്പോ ആ ക്ലാസ്സിൽ പറഞ്ഞ എന്താ വെച്ചാ, എനിക്ക് 46 വയസ്സുണ്ട്. അപ്പൊ ഈ 46 വയസ്സ് കൊണ്ടുള്ള സംഭവങ്ങൾ 21 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പാടാ. അപ്പം പറഞ്ഞു 1 വർഷത്തെ സമയം കൊടുക്കാം. ആ 1 വർഷം സമയം മനസ്സിൽ വിചാരിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ 1 വർഷമൊന്നും വേണ്ടി വന്നില്ല. ഞാൻ ഒരു 6-7 മാസം കൊണ്ട് ഈ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ഇരിക്കണുണ്ട്. സത്യം പറഞ്ഞ ആദ്യമൊന്നും എനിക്ക് എല്ലാരും സക്സസ് സ്റ്റോറി പറയുമ്പോ എനിക്ക് അത്രയ്ക്ക് വലിയ സക്സസ് സ്റ്റോറി ഒന്നും പറയില്ലായിരുന്നു. പിന്നെ എനിക്ക് വന്ന ഫസ്റ്റ് മാറ്റം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഡിപ്രഷൻ ബാധിച്ച് കിടക്കണ അവസ്ഥയായിരുന്നു. എനിക്ക് തല പൊക്കാൻ വയ്യ, എനിക്ക് തല നൂന്നിരിക്കാൻ വയ്യ, കിടക്കണ അവസ്ഥ. ജോലി ചെയ്യാൻ വയ്യ, ജോലിക്ക് പോകാം. പക്ഷെ എനിക്ക് ആദ്യം ഒരു 21 ഡേയ്സില് അകത്ത് എനിക്ക് അതില് നല്ല മാറ്റം വന്നു. എനിക്ക് എണീറ്റൊക്കെ ഇരിക്കാൻ പറ്റി. എന്റെ അസുഖം അതില് എനിക്ക് നല്ല മാറ്റം. പിന്നെ കുറെ ദിവസം കൊണ്ട് ഗോളൊക്കെ എഴുതി ഹീലിങ്ങിലോട്ട് വന്നു. ഹീലിംഗ് ചെയ്തു, ഫൊർഗീവ് ചെയ്തു. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്ത് ഗോളൊക്കെ 10 ഗോൾ എഴുതി. പിന്നെ 11 ലെവൻ 11 എഴുതി. ആ, ലെവൻ അതെഴുതി. ഒരുപാട് ഈ ക്ലാസ്സിലൂടെ എനിക്ക് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പതിയെ പതിയെ, പെട്ടെന്നൊന്നും അല്ല, പതിയെ പതിയെ അത് എനിക്ക് കുറേശ്ശെ ഫൊർഗീവായി. എൻ്റെ മനസ്സില് എനിക്ക് എന്നെ മാനസികമായിട്ട് വിഷമിപ്പിച്ച ആൾക്കാരോടത്ത് എനിക്ക് അവർക്ക് മാപ്പ് കൊടുക്കാനും ഉള്ള ആ മാനസികാവസ്ഥയൊക്കെ എനിക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ മൈൻഡ് ക്ലിയർ ആയി. എനിക്ക് ആ ഒരു വിഷമമെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയി, അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റി. അതിനൊക്കെ ശേഷം ഇപ്പോ ആ 10 ഗോളില് പലതും പലതും എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എൻ്റെ മോളെ കാര്യമാണ്. ഓ, കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നതാണ്. പക്ഷെ ഇപ്പോ ഞാൻ ഒരുപാട് വിഷമം പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നല്ല. എനിക്ക് നമ്മുടെ അതിന് ക്ലാസ്സിലെ ഏറ്റവും സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു രഞ്ജിത മാം. അപ്പൊ മാഡം എപ്പോഴും ചോദിക്കും, മാഡം എന്റെ ഗോൾ എപ്പോഴാ എനിക്ക് ഗോൾ. അതെ. അപ്പൊ ഞാൻ പറയും പക്ഷെ അത് സമാധാനം, ഇല്ലെങ്കിൽ നടക്കട്ടെ. ഇപ്പോ ആ ശരിക്കും പറഞ്ഞ അവളിങ്ങോട്ട് വിളിച്ചു, അവളെ തെറ്റുകളൊക്കെ മനസ്സിലായി. ഇന്ന് അവളെ ഡെലിവറി ആയിരുന്നു, ആൺകുട്ടിയാണ്, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ 10 ഗോളുകളും എഴുതിയല് ഏകദേശം എല്ലാം ആയി വരുന്നുണ്ട്. ആം, എല്ലാം ആയി കിട്ടുമെന്നുള്ള മനസ്സിലൊരു ഉറപ്പ്.
എല്ലാത്തിന്റെ ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആ എല്ലാ ഡയറക്ഷനിലോട്ട് എല്ലാം ഓക്കെ, എല്ലാം അടുത്തടുത്ത് എത്തി എന്നുള്ള പിന്നെ നമുക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവണുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും അതെല്ലാം ഞാൻ ചെയ്തു നോക്കി. ആ, ചെയ്തിട്ട് നമ്മൾ അതിൽ ടെൻഷൻ അടിച്ചിരിക്കാൻ പാടില്ല. ആദ്യം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഗോൾ എഴുതിയിട്ട് കിട്ടുമോ കിട്ടുമോ കിട്ടുമോ, അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കത് കിട്ടത്തില്ല. ഗോൾ എഴുതിയിട്ട് അല്ലെങ്കിൽ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. നമുക്ക് ഇപ്പൊ ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു ഗോൾ എഴുതി അല്ലെങ്കിൽ ഞാൻ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും, അയ്യോ ഇപ്പൊ ശരിയാവും എപ്പൊ ശരിയാവും, അങ്ങനെ ഇരുന്നാൽ നമുക്കത് വരത്തില്ല എന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാ. ഞാനിപ്പോഴും ഓർക്കുന്നു മാഡത്തിന്റെ ഫസ്റ്റ് നമ്മൾ ഹീലിംഗ് ക്ലബിന്റെ ഭാഗമായിട്ട് ഒരു 1-to-1 സെഷൻ ഉണ്ടാവും ആദ്യം. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കും വന്നത്, ഒരുപാട് സങ്കടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയാണ് മാം. അതിന്ന് ആ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാഡത്തിന് ഹീൽ ചെയ്യാൻ ആ, പറ്റിയെന്ന്. ഒരുപാട് സങ്കടം, ഒരുപാട് ഒരു ജീവിതത്തില് അങ്ങേറ്റം അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ എന്നെ ഉപദ്രവിച്ച ആ വ്യക്തികളെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അവര് എന്നെ ദ്രോഹിച്ചതായിട്ടോ അല്ലെങ്കിൽ എനിക്ക് അവര് എന്നെ വീണ്ടും അവരെന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ അത് എന്നെ ബാധിക്കണില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തി. അതാ. എല്ലാം ഒരു ന്യൂട്രൽ ഇമോഷനിലേക്ക് മാഡത്തിന് വരാൻ ആ, അതെ. എന്നെ അതൊന്നും ആരെന്ത് ചെയ്താലും എന്നെ അത് ബാധിക്കില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം വരണില്ല. പറ്റി. ആര് വന്നിനി എന്റെ മുമ്പിൽ എന്ത് കാണിച്ചാലും എന്നെ അത് ബാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിന് കാരണം എന്ന് വെച്ചാൽ ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവം എനിക്കില്ലായിരുന്നു. എപ്പോഴും കരച്ചില, എപ്പോഴും വിഷമ, ഓരോ പഴയ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. അത്രയ്ക്കും പ്രഷർ ഈ സെൽഫ് ലവ് എന്ന് വെച്ചാൽ ഞാൻ അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തുമാത്രം വിഷമം കൊടുത്തിട്ടുണ്ട്. ഒക്കെ മാപ്പ് പറഞ്ഞ് സെൽഫ് ഫോർഗീവ്നെസ് കൊടുത്ത് ശരിക്കും അത് നല്ല എഫക്റ്റ് ആണ്. അത് എന്റെ അനുഭവത്തിൽ നിന്ന് എല്ലാരും ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള വേറെ കാര്യം, നിങ്ങൾ 21 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് 21 ഡേയ്സിൽ മാറ്റം വന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും പിന്മാറരുത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും വർഷത്തെ സംഭവം എല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന കാര്യം നടന്ന് വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കും. അതുവരെ ഒന്ന് അത് നമ്മുടെ ക്ഷമിച്ച്. നമ്മുടെ വിഷമങ്ങളുടെ ഡെപ്ത് അനുസരിച്ചാണ്. പലർക്കും അത് പല അതെ, വിഷമങ്ങൾ ചിലർക്ക് പെട്ടെന്ന് കിട്ടണുണ്ട്. അപ്പൊ ഞാൻ പറയും ഇതിലോട്ട് വന്നിട്ട് ഒരാഴ്ച കൊണ്ട് സക്സസ് സ്റ്റോറി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അത് ഓരോരുത്തരെ അനുഭവത്തിൻ്റെത് വെളിച്ചപ്പ് പോലെ ഇരിക്കും. ഞാൻ എന്റെ കാര്യം മുറിവുകളുടെ ആഴത്തിനനുസരിച്ചിരിക്കും അവർക്ക് ഓരോരുത്തരും. അതെ അതെ, എനിക്ക് എന്റെ മുറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പൊ എന്റെ ഒരു നീറ്റലായിരുന്നു നെഞ്ചിന്റെ ഇടത് സൈഡില്. ഒരു ലൈഫ് ടൈം വേദനയാണോ? കാര്യങ്ങളാണ് മാഡം അനുഭവിച്ചത്. അതെ, ആൻജിയോഗ്രാം ചെയ്യാൻ വരെ പോയ ഒരവസ്ഥ എത്തിയതാ. അതൊന്നുമില്ല, അതൊരു അസുഖമില്ല. ഇപ്പൊ വേദനയൊന്നും ഇല്ല. ഹാപ്പിയാണ്. രണ്ട് മക്കളോടും നല്ല ഹാപ്പിയാണ്. ബാക്കി ഗോളുകള് കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്താറായി ഏകദേശം അതിലോട്ടൊക്കെ. ഹീലിംഗ് ക്ലബിലെ ഏത് എക്സസൈസ് ആണ്, ഏത് രീതിയിലുള്ള ഹീലിംഗ് ആണോ മാനിഫെസ്റ്റേഷൻ ആണോ, ഏതാണ് മാഡത്തിന് ഹീലിംഗ് എത്രത്തോളം മാഡത്തിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്? ഹീലിംഗ് നല്ല എഫക്റ്റ് ഉണ്ട്. ഹീലിംഗ് ഇപ്പം ഓരോ വ്യക്തികളെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് എല്ലാം എഴുതിയതിന് ശേഷം ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ എന്റെ അറിവിൽ ഞാൻ അറിഞ്ഞിട്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല, വിഷമിപ്പിച്ചിട്ടില്ല. ഈ പറയും പോലെ സെൽഫ് ലവ് ഇല്ലാതെ എല്ലാം ഞാൻ തന്നെ സഹിച്ചോണ്ടിരുന്നു. ഇപ്പൊ ഇനി അറിഞ്ഞോ അറിയാതോ ആരെങ്കിലും ഞാൻ അങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്റെ മനസ്സിൽ തോന്നണ അവർക്കെല്ലാം ഞാൻ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് മാപ്പ് പറയും. ശരിക്കും ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. അത്രയും സമയം ഞാൻ എടുക്കണുണ്ട്. സമയം ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണുണ്ട്. 4 മണിക്ക് എണീക്കണം. ഒരു 4:30ക്കൊക്കെ തുടങ്ങി ഒരു 5:30 മണി വരെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോഴേ എണീക്കുന്നതാ. പക്ഷെ അതിനനുസരിച്ചുള്ള മാറ്റം എനിക്കുണ്ട്. എനിക്ക് ഒരു ദിവസം പോലും അത് മാറ്റി വെക്കാൻ പറ്റൂല. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പറയും പോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിക്കുന്നത് ശരിയാണ്. ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കണില്ല.
എന്റെ സന്തോഷം നോക്കണില്ല, എന്റെ ആരോഗ്യം നോക്കണില്ല, എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടി. പക്ഷെ ഇതിൽ വന്നതിന് ശേഷമാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം എന്നുള്ളതും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ബാക്കി ജോലി, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കിടന്നാലും ഇനിയിപ്പോ രാവിലെ എണീക്കാൻ താമസിച്ചു പോയാലും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി കാര്യം. ഇത് ഞാൻ ഒരിക്കലും ഞാൻ മുടക്കം വെക്കില്ല. രാവിലെയോ അതെ വൈകിട്ടോ. ഇതാ ഇപ്പൊ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതി 11 എഴുതി. പിന്നെ ആഹ് 5 കോള് 3 പ്രാവശ്യം ഇത് എഴുതി. ഞാൻ ഒരിക്കലും അതിന് ആഹ് മാറ്റി വെക്കത്തില്ല. കാരണം എനിക്ക് അതിന്റെ ഒരു ഉം, എന്താ പറയാ, അതിന്റെ ഒരു ആഹ്, സുഖം, അറിയാം. ലഹരി, ലഹരി എന്താ പറയാ, ലഹരി എനിക്ക് കിട്ടി തുടങ്ങി. സ്വന്തം ജീവിതം നേടിയെടുക്കണം എന്നുള്ളൊരു ആ സ്വന്തം ജീവിതം ഇപ്പൊ എന്റെ ജീവിതം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ മക്കളെ കാര്യമായാലും ഇപ്പൊ എന്റെ കാര്യം കഴിഞ്ഞ് എന്റെ സന്തോഷം കഴിഞ്ഞ് എന്റെ ആരോഗ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരെ കാര്യത്തിന് ഞാൻ മുൻതൂക്കം കൊടുക്കണം. സെൽഫ് ലവ് അങ്ങനെ പാടുള്ളൂ. ഓറിൽ മനസ്സിലായി. സെൽഫ് ലവ് എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ആ സെൽഫ് ലവ്, ഫോർഗീവ്നെസ്, മറ്റേ ടാപ്പിംഗ് സൂപ്പർ ആട്ടാ. അത് ഞാൻ ചെയ്യാറുണ്ട്. ചെയ്യാറ് എല്ലാവർക്കും, എന്റെ അപ്പന്, അമ്മയ്ക്ക്, എന്റെ അസുഖത്തിന്, മണിക്ക്, എല്ലാം. പിന്നെ ഇതെല്ലാം ആ, എല്ലാം ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് രാവിലെ. അതിന്റെ രാവിലെ എനിക്ക് വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു മാം. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി. ഒരുപാട്, പക്ഷെ എനിക്ക് പറയാനുള്ളത് 21 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 മാസം കൊണ്ടോ ഒന്നും ചിലർക്ക് മാറണമെന്നില്ല. പക്ഷെ ക്ലാസ് നിർത്തരുത്. നമ്മൾ അവിടെ എത്തുന്നത് വരെ ഒരു ചിലപ്പോ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. പക്ഷെ ഓരോരുത്തരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മൂവ് ചെയ്ത് തുടങ്ങത്തേ ഉള്ളൂ. അപ്പോഴും നമുക്കറിയാം നമുക്കത് ആയി തുടങ്ങി. കുറച്ചു നാളും കൂടെ അതേ ഒരു ലെവലിൽ മുന്നോട്ട് പോകണം. നമ്മള് കുളിക്കുകയും പല്ലുതേക്കൊക്കെ ചെയ്യണ പോലെ തന്നെയാണ് ഹീലിംഗ് അല്ലെ? അതെ. ലോങ് നമ്മുടെ പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഈ സംഭവമല്ല. പണ്ട് തൊട്ടേ എനിക്ക് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുക, ഒരു അരമണിക്കൂറെങ്കിലും വിളക്കിന്റെ മുമ്പ് ഇരുന്ന് നാമം ജപിക്കുക. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിനു വേണ്ടിയിട്ട് സമയം മെനക്കെടുന്നതിന് എനിക്കൊരു മടിയും തോന്നുന്നില്ല. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ രാവിലെ പോകുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുക. അത് ഞാൻ മുടക്കാറില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ എന്നെ സമയം കണ്ടു. ഒരു ദൈവത്തോടുള്ള അടുപ്പം ഇതിൽ വന്നപ്പോ കൂടിയിട്ടുണ്ട്. വൈകുന്നേരം അതുപോലെ തന്നെ. ഇന്നിപ്പോ എനിക്ക് മോളെ പ്രസവം കഴിഞ്ഞുകൊണ്ട് എനിക്ക് വിളക്ക് കത്തിക്കാനുള്ള 16 ദിവസം ഇനി അതിന്റെ ഒരു തുടക്കം. അപ്പൊ ഈ സമയങ്ങളിൽ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വൈകുന്നേരം നാമം ജപമുണ്ട്. അതിന്റെ ആ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു അപ്പൊ എനിക്ക് സ്പിരിച്വൽ എനർജി കൂടിയതായിട്ട് ദൈവത്തിന്റെ അതിന്റെ യഥാർത്ഥ സെൻസിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഇതിൽ വന്നതിന് ശേഷമാണ് നമ്മൾ എപ്പോഴും കരഞ്ഞിട്ടാ ഭഗവാന്റെ അടുത്തിരിക്കണേ. പക്ഷെ ഇതില് വന്നതിനകത്ത് അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഓക്കെ. അതിനുശേഷം ഞാൻ വിളക്കത്തിച്ച് നാമം ജപിക്കാൻ ഇരിക്കുമ്പോ ഭഗവാൻ എനിക്കത് കിട്ടിയതിന് നന്ദി, അങ്ങനെ അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല അതിനുശേഷം ഇതുവരെ ഞാൻ ഭഗവാന്റെ മുമ്പായിരുന്നു എന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. ഇല്ല. ഒരുപാട് സന്തോഷം മാഡം. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ റിപ്പീറ്റ് ചെയ്യണത് അല്ലെങ്കിൽ മൂന്നാമത്തെ എത്ര മാസമായി ഇപ്പോ ഹീലിംഗ് ക്ലബിൽ റിപ്പീറ്റ് ചെയ്യുന്നു? ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമായത്. 3 മാസമായിട്ട് എന്നാലും കുഴപ്പമില്ല, എനിക്ക് കുറച്ചു നാളും കൂടെ ഇതിലോട്ട് ഞാൻ കാണും. സന്തോഷം. കാര്യം വെച്ചാൽ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് എനിക്ക് ഈ ക്ലാസ്സിൽ ഒരു ക്ലാസ് പോലും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല. ഏറ്റവും ആദ്യം പറഞ്ഞത് ഞാനാ. ആണ്. ഒരു കുടുംബം പോലെയാണ് അതെ. നമ്മുടെ ക്ലാസ് അല്ലേ? അതെ. എല്ലാവരും. എനിക്ക് കുറച്ചു നാളും കൂടെ എനിക്ക് ഇതിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവം അത് നടത്തി തരും. ഒരുപാട് സന്തോഷം, മനസ്സ് നിറഞ്ഞാണ്. കാരണം മാഡത്തിന്റെ അതെ. ഫസ്റ്റ് 1-to-1 ഇതില് ഞാൻ തന്നെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാഡത്തിന് ഒരു സമാധാനമാക്കി കൊടുക്കണേ എന്ന്. എന്റെ മനസ്സിൽ പ്രാർത്ഥന വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ, ഇങ്ങനെ ഒരു സന്തോഷത്തോടെ ഇന്ന് തന്നെ മോളുമായിട്ട് ഇത്രയും വിഷമിച്ചിരുന്നിട്ടും ഇന്ന് മോള് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ദിവസമാണ്. അതിന്റെ ഒരു അമ്മുമ്മയായ സന്തോഷമുണ്ട്, മോള് വന്ന സന്തോഷമുണ്ട്, കുടുംബത്തിലെ എല്ലാവർക്കും സമാധാനമുള്ള സന്തോഷമുണ്ട്. അപ്പൊ അതിന് അതെ അതെ. എനിക്ക് മാത്രമല്ല, അവള് പോയില്ല എന്റെ വീട്ടുകാർ മൊത്തത്തില് വിഷമത്തിലായിരുന്നു. ഇപ്പൊ എല്ലാരും ഹാപ്പിയാണ്. അവള് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുക എല്ലാരും കൂടെ എന്നെ കാണാൻ വരണം. പറയണ്ടെന്ന് പറഞ്ഞു. അതെ. ആരും വേണ്ടാന്ന് പറഞ്ഞു പോയ ആളാ. അപ്പൊ എല്ലാരും കൂടി എന്റെ വീട്ടിലൊന്ന് വരാൻ പറയും. അവള് എന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ.
അതൊക്കെ ഭഗവാന്റെ ഓരോ എന്താ പറയാ അ- അവർക്ക് അനുഗ്രഹങ്ങളാണ്. അവ അവിടെ ആ പ്രായത്തിന്റെ അതാ. അതുപോലെ തന്നെ മാഡത്തിന്റെ രണ്ടാമത്തെ കുട്ടിക്കും സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, അങ്ങനെ കുറെ ആ സന്തോഷമുള്ള. അതെ, സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കണേ. അപ്പം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് സ്കൂളിൽ അവക്ക് ആ, ആദ്യം മുതൽ തന്നെ അവരെനിക്ക് ഫീസൊക്കെ കുറച്ച് തരും. അപ്പൊ എന്റെ അവസ്ഥ അറിയാം, അങ്ങനെ കുറച്ചൊക്കെ തരും. അപ്പം 10th ആയപ്പോഴത്തേക്ക് ഫീസ് 30, അടുത്ത 11th +1 30,000 രൂപ ഡൊണേഷനും മാസം 5,000 രൂപ ഫീസും ആയിരുന്നു. അപ്പൊ ഞാൻ ടീച്ചറെ ഇത്ര എന്നെ കൊണ്ട് പറ്റത്തില്ല, നമ്മളോട് പറ്റണതല്ലേ, ഇപ്പൊ എന്തെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഒക്കെ ശരി തന്നെ, നമ്മുടെ കയ്യില് ഉൺ- അതനുസരിച്ചല്ലേ നമുക്ക് ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഉം. ഇത്രയും ഫീസൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ടീച്ചറെ, ഞാൻ സ്കൂള് മാറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞ് വെയിറ്റ് ചെയ്യേ, സിസ്റ്ററിന്റെ അടുത്ത് സംസാരിക്കട്ടെ എന്ന്. സത്യം പറഞ്ഞ് ഞാൻ അവിടെ സിസ്റ്ററിനെ കാണാൻ പിറ്റേന്ന് രാവിലെ എന്നെ ടീച്ചർ പറഞ്ഞ് 8 മണിക്ക് എത്ത്. ഞാൻ ഇവിടുന്ന് പോയി അവിടെ ഇരുന്ന് ഇങ്ങനെ ഓപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും മിറാക്കിൾ എന്ന് പറയും പോലെ ചെന്ന് കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സിസ്റ്റർ പറഞ്ഞത് റെഡ്യൂസ് ചെയ്ത് തന്നു. ഫീസ് നിങ്ങളുടെ കയ്യിലുള്ളത് അടച്ചാ മതി എന്ന്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പൊ തന്നെ എനിക്ക് പറഞ്ഞാലും തീരൂല, അത്രയ്ക്കും ഉണ്ട്. ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാ ഇത്. 20 മിനിറ്റ് ഒന്നും പോരാ സംസാരിക്കും. പറഞ്ഞാലും തീരൂല, എനിക്ക് അത്രയ്ക്ക് ഉണ്ട്. എനിക്ക് പറയാനുള്ളത് എല്ലാരും ഇത് മനസ്സിലാക്കണം. ഹീലിംഗിന്റെ ഒരു പ്രാധാന്യം ഓ അല്ലേ? ഓക്കെ, ആരോ വന്ന് ബെല്ലടിക്കണം. ഓക്കെ, ഓക്കെ ശരി. ബൈ. താങ്ക് യു സോ മച്ച്. ബ്ലെസ് യു.